എക്കാലത്തും മലയാള സിനിമാ പ്രേക്ഷകർക്ക് പ്രിയം കുടുംബചിത്രങ്ങളോട് തന്നെയാണ്. അതിഭാവുകത്വമില്ലാതെ തികച്ചും ലാളിത്യമുള്ള ഒരു പ്രമേയവുമായി പുതിയ തലമുറ ഒന്നിക്കുന്നു. അജി ജോൺ അനൂപ് മേനോൻ ടീമിൻ്റെ നമുക്ക് പാർക്കാൻ എന്ന ചിത്രം. ഈ ചിത്രത്തിൻ്റെ വിശേഷങ്ങളുമായി ഇതിൻ്റെ സംവിധായകൻ അജി ജോൺ, ഇതിലൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്ന സുധീർ കരമന, ഇതിൻ്റെ ക്യാമറാമാൻ പ്രജിത്ത് എന്നിവരാണ് ഈ തിരക്കഥയിൽ നമ്മോടൊപ്പം. തിരക്കഥയിലേക്ക് സ്വാഗതം. നല്ലവൻ എന്ന ചിത്രത്തിന് ശേഷം നല്ലൊരു ചിത്രവുമായി അജി ജോൺ എത്തിയിരിക്കുന്നു വീണ്ടും. നമുക്ക് പാർക്കാം. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ കഥ തന്നെയായിരിക്കുമല്ലേ ഈ ചിത്രത്തിലേക്ക് ആകർഷിച്ചത്? അതെ, ഈ കഥ തന്നെയാണ്. മലയാളികൾക്ക് എന്നും ഇഷ്ടം കുടുംബ സിനിമകളാണ്. അപ്പോൾ ഒരു വളരെ ജെന്യുവൻ ആയിട്ടുള്ളൊരു സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു വീടുമായി ബന്ധപ്പെട്ട് അയാൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് സിനിമ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു കഥ കേട്ടു. എനിക്ക് പ്രജിത്താണ് എന്നോട് ഈ കഥയെക്കുറിച്ച് പറയുന്നത്. ഈ ഞങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്. അദ്ദേഹം ക്യാമറമാനാണ്, അദ്ദേഹം TV കൊമേഴ്സ്യൽസും ഫിലിം കൊമേഴ്സ്യൽസും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയം. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചൊരു സിനിമ ചെയ്യണമെന്ന് കുറേ നാളത്തെ ആഗ്രഹമുണ്ട്. അങ്ങനെ പ്രജിത്താണ് എന്നോട് പറയുന്നത്, ഇതുപോലെ പാലക്കാട് വരെ വാ, നല്ലൊരു കഥയുണ്ട്, നമുക്കൊന്ന് കേട്ട് നോക്കാം, പിന്നീട് നമുക്ക് സ്ക്രിപ്റ്റ് സൈഡൊക്കെ പിന്നീട് ആലോചിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് പാലക്കാട് പോയി കഥ കേൾക്കുകയും ചെയ്യുമായിരുന്നു. നവാഗതരായ രണ്ടാൾക്കാർ, ജയൻ സുനാസ്. എനിക്ക് തോന്നുന്നു രാജീവൻ, രേണുക, ഇവരുടെ കഥ എന്ന് പറയുന്നത് നമ്മുടെ പലപ്പോഴും നമ്മൾ ഈ കുടുംബത്തിൻ്റെ കഥ മറന്നു, അല്ലെങ്കിൽ കുടുംബചിത്രങ്ങളുടെ കഥ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കഥ മറക്കുകയാണെങ്കിൽ പോലും ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. കാരണം ഒരു കുടുംബം, അല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് ഒരു വീട് വയ്ക്കുക എന്നുള്ളത്. എനിക്ക് തോന്നുന്നു അജി ജോണിനും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അല്ല, എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും. അല്ല, അത് എന്താ പ്രത്യേകിച്ച് എസ്പെഷ്യലി മലയാളികൾക്ക് സ്വന്തമായൊരു വീട് എന്ന് പറയുന്നത് ഭയങ്കര അവൻ്റെ ഒരു ഡിസയറാണ്. അത് അപ്പം അതിലേക്കുള്ളൊരു യാത്ര തന്നെയാണ്. ഇതിൽ ഡോക്ടർ രാജീവൻ വീടെന്ന് പറയുന്നത് അയാളുടെ സ്വപ്നം കാണുന്നുണ്ട്, ആദ്യമേ സ്വപ്നം കാണും. പക്ഷേ അയാളുടെ സ്വപ്നത്തിലെ വീട് എന്ന് പറയുന്നത് ഭയങ്കര വീടാണ്. അപ്പോൾ അങ്ങനൊരു വീടല്ല, വീട് വെച്ചേ പറ്റൂ എന്ന് പറയുന്ന ഒരു തീരുമാനത്തിൻ്റെ പിന്നാലെയാണ് ഇവരുടെയൊക്കെ കൈ ചെന്ന് വിടുന്നത്. അതുപോലെ തന്നെ രാജീവിന്റെ കഥ പറയുന്നതോടൊപ്പം തന്നെ 4 സഹോദരങ്ങളുടെ ഒരു കഥ കൂടിയുണ്ട്. കവിയൂർ പൊന്നമ്മ ചേച്ചിയാണ് അമ്മയായിട്ട് വരുന്നത്. അനൂപേട്ടൻ, സുധീഷ്, സുധീഷേട്ടൻ, ടിനി ടോം, പാർവതി, ഒരു അളിയനുമുണ്ട്, മനോഹരമായ അളിയൻ, നമ്മുടെ നന്ദു ചേട്ടൻ ചെയ്യുന്ന കഥ. എങ്ങനെയുണ്ടായിരുന്നു ആദ്യമേ ഈ കാസ്റ്റിങ്ങിന്റെ ഒരു രൂപീകരണമൊക്കെ? ഇങ്ങനെ തന്നെ ഇല്ല, ഞാനിപ്പോൾ സുധീരേട്ടൻ ഞങ്ങൾ വന്നപ്പോൾ ഡിസ്കസ് ചെയ്തൊരു കാര്യമുണ്ടായിരുന്നു. സുധീരേട്ടനോട് നിങ്ങൾ ചോദിച്ചു ലോറി ഓടിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ സുധീരേട്ടൻ ഈ കഥ രൂപമായിട്ട് ഞങ്ങൾ സ്ക്രിപ്റ്റിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാനും അനുപേട്ടനും ഞങ്ങൾ ഒരുമിച്ചിരുന്നാണ് സ്ക്രിപ്റ്റ് തയ്യാറാക്കിയത്. അപ്പോൾ തന്നെ ഞങ്ങളിങ്ങനെ ഡിസ്കഷനിലാണ് ഈ ക്യാരക്ടർ, ഈ ഡ്രൈവർ, പേരിടാത്തൊരു ക്യാരക്ടറാണ്, ഡ്രൈവർ എന്ന് മാത്രമേ ഉള്ളൂ, ആശാനെ എന്ന് വിളിക്കുന്നുണ്ട്. ഈ ക്യാരക്ടർ സുധീർ കരമന തന്നെ ചെയ്യണം. കാരണം എനിക്ക് ആദ്യത്തെ സിനിമയിൽ സുധീരേട്ടനെ എനിക്കൊരു ക്യാരക്ടറിന് വേണ്ടി വിളിക്കണ ഒരു ആഗ്രഹമുണ്ട്. എന്തോ സാഹചര്യവശാൽ നടന്നില്ല. രണ്ടാമത് ഞാൻ സിറ്റി ഓഫ് ഗോഡ് പുള്ളിക്കാരൻ്റെ പെർഫോമൻസ് കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇതായിട്ട് ഞാൻ സുധീരേട്ടനെ അപ്രീഷിയേറ്റ് ചെയ്തു. അങ്ങനെ ആണ് സുധീരേട്ടനെ തന്നെ ഈ ക്യാരക്ടറായിട്ട് ഫിക്സ് ചെയ്യുന്നത്. അതുപോലെ നന്ദുവേട്ടൻ, ഇങ്ങനൊരു അളിയനെ ഒരു കുടുംബത്തിലുണ്ടെങ്കിൽ എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. അത് നന്ദുവേട്ടനെ എങ്ങനെയാണ് കാസ്റ്റ് ചെയ്യുന്നത്? അത് കറക്റ്റ് ആ സ്പിരിറ്റ് എന്ന് പറയുന്ന സിനിമകൾ ഇറങ്ങി കഴിയുമ്പോൾ ഭയങ്കരമായി മലയാള സിനിമയുടെ കൊടിയനായി മാറി. അതെ, മലയാള സിനിമയിലെ കൊടിയനായിട്ട് മാറി. അതുപോലെ പൊന്നമ്മ ചേച്ചി, ടിനിയെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു എനിക്ക് ഭയങ്കര ബ്രേക്ക്. ഇന്നലെ രാത്രി കൂടി ടിനി എന്നെ വിളിച്ചു, അജി ഞാനിപ്പോൾ ഒരു മോളിൽ നിൽക്കുകയാണ്, എന്നെ ഒരുപാട് പേര് വന്ന് കണ്ടിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്, ഒരു വളരെ ഡിഫറെൻ്റ് ആയിട്ടൊരു ക്യാരക്ടർ തന്നതിന് താങ്ക്സ്. ഹ്യൂമറിൽ നിന്ന് വളരെയധികം മാറിയിട്ട് പലപ്പോഴും നമുക്ക് ഒരു ടച്ചിങ് ആയിട്ടുള്ള ഒരു സീനുകൾ അതിനകത്ത് വരുന്നത് ടിനി ടോമിന്റെ. ഓട്ടോമാറ്റിക് ഗേറ്റ് തുറന്നാൽ വിശാലമായ പൂന്തോട്ടം, നടവഴി, പടിക്കെട്ട്, ഇറ്റാലിയൻ മാർബിൾ പതിച്ച അകത്തളം, മോഡുലാർ കിച്ചൺ, പിന്നെ നമുക്ക് എന്നും സൂര്യോദയം കണ്ടെണീക്കാൻ പറ്റിയ വിശാലമായ ബാൽക്കണികളുള്ള മാസ്റ്റർ ബെഡ്റൂം, പിന്നെ നമുക്ക് ഒരുമിച്ച് കുളിക്കാൻ ഒരു ജക്കൂസി. ജക്കൂസിയോ? അതെന്നതാ? അത് എന്നാന്ന് എനിക്ക് വലിയ പിടിയില്ല. സുധീരേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് പാർക്കാൻ എന്ന സിനിമയിൽ അവസാനം എത്തുന്ന പ്രേക്ഷകരെ വളരെയധികം ടെൻഷൻ അടിപ്പിക്കുന്ന ഒരു ക്യാരക്ടർ. ചെറിയ ക്യാരക്ടറാണെങ്കിലും ആ സിനിമ കണ്ട് ഇറങ്ങുമ്പോൾ പോലും അതിന് ടെൻഷൻ മാറിയിട്ടില്ല. യഥാർത്ഥത്തിൽ ലോറി ഓടിക്കാൻ അറിയായിരുന്നു. പഴയ സിനിമ കോൺസെപ്റ്റിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു കോൺസെപ്റ്റാണ് ഈ ന്യൂ ജനറേഷൻ ഫിലിംസ് എന്ന് പറയുന്നത്. ഈ അജി ജോണിൻ്റെ ഒക്കെ കയ്യിലൂടെ വളരെ നേരത്തെ, അതാണ് പറഞ്ഞത്, വളരെ കറക്റ്റായിട്ടുള്ളൊരു കാര്യം അദ്ദേഹം പറഞ്ഞത്. വളരെ നേരത്തെ എൻ്റെ അടുത്ത് ഈ 3-4 ദിവസം വേറെ ഒന്നും ഏക്കല്ല, 2 മാസം മുമ്പേ വിളിച്ച് ഡേറ്റ് ബുക്ക് ചെയ്യുക, അങ്ങനെ ഒരു ക്യാരക്ടറിലേക്ക് കൊണ്ടുവരാനായിട്ട്. ഇറ്റ് ഈസ് വെൽ പ്രിപ്പയർഡ്, ഹോംവർക്ക് ഡൺ ജസ്റ്റ് ബിഫോർ മൂവിങ് ടു ദ ലൊക്കേഷൻ. അങ്ങനത്തെ ഒരു ന്യൂ ജനറേഷൻ ഒരു ബറ്റാലിയനായിട്ടാണ് മൂവ് ചെയ്തിരിക്കുന്നത്. ശ്രീ അജി ജോൺ, ശ്രീ പ്രജിത്ത്, അതുപോലെ അനൂപ്, ഈ ഒരു ഗ്രൂപ്പിൻ്റെ വർക്ക് ഭയങ്കര സന്തോഷമാണ് ഇതിനോട് വർക്ക് ചെയ്യാനായിട്ട്.
മെയിനായിട്ട് ഈ ലോറി ഓട്ടിച്ചതിനെ കുറിച്ച് എൻ്റെ അടുത്ത് ആദ്യം ചോദിച്ചൊരു ചോദ്യം കൊണ്ട് ലോറി 12 വീലുള്ള വലിയ ലോറി, സാധാരണ ലോറി അല്ല, 12 വീലുള്ള വലിയ ലോറി ഓട്ടിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓട്ടിക്കാം. എനിക്ക് ഈ എന്തെങ്കിലും ത്രില്ലിങ് ചെയ്യുന്നത് ഭയങ്കര, ബിക്കോസ് ഐ എം എ സ്പോർട്സ് മാൻ, അപ്പം അങ്ങനത്തെ എന്തെങ്കിലും ചെയ്യുന്നതിനോട് വലിയ താല്പര്യമുണ്ട്. അപ്പോൾ ചോദിച്ചപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ഒരു യെസ് ഗുഡ്, ഒരു സാധനം ചെയ്യാനുണ്ട്. ആൻഡ് ക്യാരക്ടർ കേട്ടപ്പോൾ പോലും നമ്മൾ ഈ ലോറി ഡ്രൈവർ എന്ന് പറയുന്നത് ഞാൻ ഒരുപാട് പടത്തിൽ ചെയ്തെങ്കിലും എനിക്ക് ഒരുപാട് ലെങ്തി റോൾസിനോടല്ല. MT ഞങ്ങൾ ഒരിക്കൽ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്, ദ പ്രസൻസ് ഓഫ് ആൻ ആക്ടർ ഈസ് ഇൻ എ സീൻ, പ്രസൻസ് ആണ് അവിടെ, അല്ലാതെ ഒരു ലോങ് ത്രൂ റൺ ത്രൂ നിന്നിട്ടൊന്നും ചിലപ്പോൾ ഒന്നും ഇല്ല, സ്ട്രൈക്ക് ചെയ്തൊന്നുമില്ല. അപ്പോൾ അങ്ങനത്തെ ഈ ഒരു ക്യാരക്ടർ യു ഡു ദിസ് എന്ന് പറയുമ്പോൾ നമുക്കത് ലോറി ഡ്രൈവർ, ഇന്നും നമുക്ക് കൊടിയേറ്റത്തിലെ ലോറി ഡ്രൈവർ നമ്മുടെ മനസ്സിലുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ ഈ ലോറി ഡ്രൈവർ എന്നൊക്കെ പറഞ്ഞ ക്യാരക്ടേഴ്സ്, ഇറ്റ്സ് എ ക്യാരക്ടർ. അപ്പം നമ്മുടെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ വരും. അപ്പോൾ ഭയങ്കര സന്തോഷത്തോടെ ഓട്ടിക്കാം, റെഡിയാണ്, ഡ്രൈവിംഗ് എനിക്ക് ഇഷ്ടമാണ്, റെഡിയാണെന്ന് പറഞ്ഞു. പക്ഷെ എന്നോടൊരു ചതി ചെയ്തു. ലോറി ആദ്യമായിട്ട് ഓടിക്കുന്നതെന്നുള്ള കാര്യം ഓടിച്ചു കഴിഞ്ഞാൽ എന്നോട് പറഞ്ഞു. ദൈവമേ, അപ്പൊ അവരുടെ അതിനകത്ത് വേറെ 3 ജീവനും കൂടി ഉണ്ടായിരുന്നു. 3 ജീവൻ, 1 കോടി രൂപ വില വരുന്ന ക്യാമറ വിത്ത് ലെൻസ്, ഫുൾ ക്രൂ. അവരുടെ ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. ഗ്രൂപ്പ് ഒരു സൗഹൃദത്തിന്റെ ഒരു കൂട്ടായ്മയാണ് അവിടെ കാണാൻ കഴിയുന്നത്. മെയിനായിട്ട് ഒരു നൈറ്റ് മാത്രമായിരുന്നു ഈ ലോറിയുടെ ഈ മുഴുവൻ ഇതും എടുത്തിരിക്കുന്നത്. മിക്കവാറും നൈറ്റ് ഷോട്ട്സിലൂടെയാണ് പോയിരിക്കുന്നത്. രാത്രി 3 മണിക്ക് ഷോർട്സ് എന്ന് പറഞ്ഞാൽ, പ്രജിത്തിന്റെ ഷോർട്സ് എന്ന് പറഞ്ഞാൽ ഒരു 7 to 8 minutes ആണ് നീക്കുന്നത്. അദ്ദേഹം കോമ്പോസ് ചെയ്ത് കൊടുത്തിരിക്കുന്ന സാധനവും അങ്ങനെ തന്നെയാണ്. അതൊക്കെ ആലോചിക്കുമ്പോൾ, എന്നിട്ട് ഒരിക്കൽ എടുത്തു കഴിഞ്ഞിട്ട് ഇട്ടിരുന്ന് മുഴുവനോട് എല്ലാവരും വിളിച്ചത്. അതാണ് ഒരു ഡയറക്ടറിന് ഞാൻ ഏറ്റവും കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യുന്ന അവിടെയാണ്. എവരിബഡി കമൻസ് ചെയ്യും, വാച്ച് ആൻഡ് ഒപ്പീനിയൻ ചോദിക്കുന്നത്. ആ ഒരു ലൈനിലേക്ക് പുള്ളി നീങ്ങിയിട്ട് ഒന്നുകൂടി എടുക്കാം. 3 മണിക്കാണ് പറയുന്നത്, അതേ സാധനം ഒന്നുകൂടി എടുക്കാം. കാരണം ഈ അതിൽ ക്ലൈമാക്സിൻ്റെ സിനിമയെക്കുറിച്ച് പറഞ്ഞില്ല, എന്നാൽ പോലും ലോറി മൂവ് ചെയ്യുമ്പോൾ ഞാൻ ഓടിപ്പോകുന്നൊരു സാധനമുണ്ട്. അതിൽ ഡ്രൈവർ അപ്പോൾ മൂവ് ചെയ്തില്ല, ഫസ്റ്റ് ഇതില്ല. ഹി വാസ് വെയിറ്റിംഗ്, ഓടുന്ന ലോറിയിൽ ചാടി കയറേണ്ടെന്നുള്ള റിസ്ക് എടുക്കണം. അപ്പോൾ എനിക്കത് ചെയ്യണമെന്നുണ്ടായിരുന്നു, ആ ഒരു ഇതുണ്ടായിരുന്നു. രണ്ടാമത്തെ ടേക്കിൽ അത് കറക്റ്റായിട്ട് വന്നു, നമ്മളെല്ലാം ഹാപ്പി. ഇതെല്ലാം കഴിഞ്ഞ് ലോറി ഒരു 1/2 കിലോമീറ്റർ 3/4 കിലോമീറ്റർ ഞാൻ പോയി, അവിടുന്ന് വേറെ കാർ വന്ന്, കാറിൽ തിരിച്ചു വരുമ്പോഴും സ്റ്റിൽ ദ ക്യാമറ ഈസ് ഓൺ, അനൂപ് ഈസ് ഓൺ ആക്ഷൻ, ഡയറക്ടർ വളരെ, അപ്പോഴും ആക്ഷൻ നടക്കുകയാണ്. 7 to 8 minutes ആ ലാസ്റ്റ് ഷോട്ടിൻ്റെ ഭയങ്കര വല്ലാത്ത എക്സ്പീരിയൻസ്. ന്യൂ ജനറേഷൻ ഫിലിംസിന്റെ ഒരു ട്രെൻഡ്. അല്ല, ഞങ്ങളത് ഫൈറ്റ് മാസ്റ്റർ പോലും വേണ്ടെന്ന് അനുപടനും പ്രജിയോട് എന്നോട് പറഞ്ഞു. വേണ്ട, അത് ഒരു ഫൈറ്റ് മാസ്റ്റർ വന്ന് വളരെ ടെക്നിക്കലി ഒരു പെർഫെക്റ്റഡ് ഫൈറ്റ് ആയിരിക്കും ഒരു ഫൈറ്റ് മാസ്റ്റർ ചെയ്യുന്നത്. പക്ഷെ അങ്ങനല്ല, നമുക്കത് ഇവരാരും തല്ലറിയാവുന്നവരല്ല, അസ്വാഭാവികമായിട്ടൊന്നുമില്ല. ഇതിലിപ്പോ ഈ ഡ്രൈവർ തല്ലാൻ അറിയാവുന്ന ആളല്ല, ഡ്രൈവറെ കൂടെ വരുന്ന ആൾ തല്ലാൻ അറിയാവുന്ന ആളല്ല. അനൂപ് ചെയ്യുന്ന ഡോക്ടർ രാജീവൻ ഒരു കാരണവശാലും ആരും തല്ല് സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് തല്ലിന് വേണ്ടി, അടിയുണ്ടാക്കാൻ വേണ്ടി ഒരു ഷോർട്ട് ഡിവിഷൻ ഒന്നുമല്ല. വി ടുക്ക് ദ പ്ലാൻ. എന്നതാ പ്രകാശ്? ഒരു സീനാ സാറേ, ഏതോ കുളിമുറിന്ന് എടുത്തതാ, ഇന്ന് രാവിലെ കിട്ടിയതേ ഉള്ളൂ. അത് ശരി, അപ്പൊ സാറും ഇതൊക്കെ കാണുമല്ലേ? ഞാൻ വെറുതെ സാറിന് ആദ്യം മുതൽ കാണണ്ടേ? ഇനി കാണാം. സംവിധായകൻ മനസ്സിൽ കാണുന്ന ദൃശ്യങ്ങൾ ക്യാമറയിലൂടെ ഒപ്പിയെടുത്ത് പ്രേക്ഷകർക്ക് നൽകുക എന്ന് പറയുന്നത് ഒരു വലിയ ജോലി തന്നെയാണ്. അത് വളരെ മനോഹരമായി പ്രജിതട്ടൻ ചെയ്തിട്ടുമുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾ സുഹൃത്തുക്കൾ തന്നെയാണ്, എങ്ങനെ ഉണ്ടായിരുന്നു? സുഹൃത്തുക്കൾ തമ്മിൽ ഒരുമിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതൊന്ന് ഷെയർ ചെയ്യാമോ? ഞങ്ങൾ ഇതിന് ആഡ് ചെയ്തിട്ടുണ്ട്, ഒരു സിനിമ ചെയ്തിട്ടില്ലായിരുന്നു. സിനിമ ചെയ്യുമ്പോൾ നല്ലൊരു സിനിമ, ഒരു വിഷ്വലി നല്ല ഇമ്പാക്റ്റ്ഫുൾ ഫിലിം ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. നല്ല സബ്ജക്റ്റ് കിട്ടി, ആ സബ്ജക്റ്റിൽ നല്ല ഷോർട്ട്സ് ആക്കി വെച്ചു. നല്ല ഷോർട്ട്സ് ആക്കി വെച്ചുകൊണ്ട് മാത്രമാണ് നല്ല രീതിയിൽ ലൈറ്റപ്പ് ചെയ്യാൻ പറ്റിയത്. നന്നായിട്ട് വന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അതുപോലെ തന്നെ എന്നെ ഞെട്ടിച്ചു കളഞ്ഞൊരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ജയസൂര്യ. കാരണം സർപ്രൈസ് ആയിരുന്നു. ഇതിനു മുമ്പ് നിങ്ങളിതൊന്നും ലീക്ക് ഔട്ട് ചെയ്യാതെ പറ്റില്ല. ഞങ്ങളത് വളരെ, ഞാൻ ഈ പോലീസുകാരൻ ആരാണ്, CI ആരാണെന്ന് ഇങ്ങനെ നോക്കിയിരിക്കുക. അപ്പം വന്നിട്ട് ആ എൻട്രി പോലും മനസ്സിലാവുന്നില്ല, പിന്നീടാണ് മനസ്സിലായത്. ആ ഒരു സീനിലൊക്കെ അഭിനയിക്കാൻ അത്രയും വലിയൊരു നടൻ. കാരണം നിങ്ങൾ തമ്മിലുള്ള അതും ഒരു സൗഹൃദത്തിന്റെ പുറത്ത് സംഭവിക്കുന്ന കാര്യങ്ങളാണ് അല്ലേ? നല്ലതിന് ശേഷം ഞാനും ജയനും കൂടെ 2-3 സിനിമ ഞങ്ങൾ പ്ലാൻ ചെയ്തു. ഇത് അനൂപിന്റെ സ്ക്രിപ്റ്റിൽ അല്ലാതെ വേറെ സ്ക്രിപ്റ്റിലൊക്കെ പ്ലാൻ ചെയ്തു. ബട്ട് എന്തോ ഒരു സാങ്കേതിക കാരണങ്ങളാൽ ഇങ്ങനെ നീണ്ടു പോയി. എനിക്ക് ജയനുമായിട്ട് ഒരു ആക്ഷൻ സിനിമ ചെയ്യാനാണ് അപ്പോഴും താല്പര്യം. വളരെ യാദൃശ്യമായിട്ട് ഈ കഥ ജയനോട് പറയുകയും അനൂപിനെ കൊണ്ടാണ് ചെയ്യിക്കും. ഞങ്ങൾ ഒരുമിച്ച് തീരുമാനിക്കുന്നത്, എടാ അനൂപ് ചെയ്യും, അത് അല്ലെങ്കിൽ അനൂപ് ചെയ്യട്ടത് നന്നായിട്ട് വരും സിനിമ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് ഡിസ്കഷൻ ചെയ്യുകയും അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു രാത്രി ഞങ്ങൾക്ക് തോന്നിയിട്ടാണ് ജയനെ കൊണ്ട് ഈ ക്യാരക്ടർ ചെയ്യിച്ചാലോ എന്ന് ചോദിച്ചു. ജയൻ കേട്ടപാടെ ആളി ഡൺ എന്ന് പറയുന്ന ഒരു സ്പിരിറ്റ് ഉണ്ടല്ലോ, അജീത് നമുക്ക് ചെയ്യാം
എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഇൻഡിവിജ്വലായിട്ട് ഹീറോ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു നടൻ വളരെ നെഗറ്റീവായിട്ട് ഒരു വൃത്തികെട്ട പോലീസുകാരനായിട്ട് ഒരു സീനിൽ മാത്രം വന്ന് പോകാൻ തയ്യാറാവുക എന്ന് പറയുന്നത് ഭയങ്കര എനിക്ക് തരുന്നൊരു അംഗീകാരം തന്നെയാണ്. അത് എന്നോടുള്ളൊരു ഇഷ്ടത്തിനപ്പുറത്തേക്ക് സിനിമയോടുള്ളൊരു സ്നേഹം നമുക്ക് തരുന്നൊരു നമ്മുടെ ക്രൂവിന് തന്നൊരു അംഗീകാരം. ആ സ്ഥലത്ത് വേറൊരു ആരായാലും ഒരു വന്നാൽ ഈ ഒരു പ്രസൻസ് കിട്ടത്തില്ലായിരുന്നു. ആ ഒരു സർപ്രൈസിങ് പ്രസൻസ് കിട്ടത്തില്ല. കള്ളനോട്ടാ? അയ്യോ അല്ല സർ, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ. കഷ്ടപ്പെട്ട? എന്ത് കഷ്ടപ്പെട്ടു? ഫാമിലിയാ? വൈഫാ? ആക്ട്രസ്മാർ വേണ്ട സർ, കൂപ്പിട്ടവളെ സർ എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം സർ. എന്റെ ഭാര്യയും കുട്ടിക്കും വേറെ ആരുമില്ല സർ. എനിക്ക് തോന്നുന്നു അജി ജോണിന്റെ സിനിമകളിൽ ജയസൂര്യ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആക്കുമല്ലേ? 2 സിനിമകളിലൂടെ 7 അപ്പിയറൻസ് ആണ്. അതെ. അല്ല, അതിൽ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇത് പിന്നെ ഞാൻ സുധീരേട്ടനോട് പറയുന്നത് പണ്ട് സിനിമകൾ ഉണ്ടായത് ഈ സൗഹൃദത്തിന്റെ വലയത്തിലാണെന്ന് സുധീരേട്ടൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് ഇപ്പം ഈ സിനിമയുണ്ടായത് ഇതിലാരും തന്നെ വളരെ ഹാപ്പി ആയിട്ടാണ് എല്ലാവരും വർക്ക് ചെയ്തത്. എല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്ത് വർക്ക് ചെയ്യുന്നു. അപ്പോൾ അതൊരു എന്ത് പറഞ്ഞാൽ കൂട്ടായ്മ തന്നെയാണ് സിനിമ. ഇപ്പം ഡയറക്ടറെന്നോ റൈറ്ററെന്നോ പിന്നെ ക്യാമറമാനോ ഓൾവേസ് 3 മണിക്ക് പ്രൊഡ്യൂസർ കൂടെ വളരെ ഹാപ്പി ആയിട്ട് ഓരോ ഷോട്ട്സും കണ്ട്. അതെ അതെ അതെ. അപ്പോൾ ആ ഒരു കൂട്ടായ്മ ഭയങ്കരമായിട്ട് നമുക്ക് റിസൾട്ട് തന്നിട്ടുണ്ട് സിനിമയ്ക്ക്. എനിക്ക് തോന്നുന്നു അനൂപേട്ടൻ കൈവയ്ക്കാത്ത മേഖലകൾ ഇനി വരും കാലത്ത് സിനിമാ ലോകത്ത് ഉണ്ടാവില്ല എന്ന് കരുതുന്നു. അപ്പോൾ വളരെ ഡിഫറെൻ്റ് ആണ്. ഈസ് എൻ്റർലി ഡിഫറെൻറ്റ്. അതാണ് പുള്ളിയെക്കുറിച്ച് ഞാൻ ആ ഒരു വാക്കിലൂടെ തന്നെ മുഴുവൻ ഉണ്ട്. ഈസ് എൻ്റർലി ഡിഫറെൻറ്റ്. ഈസ് മെത്തേഡ് ഓഫ് ആക്ടിങ് ഈസ് ഓൾസോ ഇറ്റ്സ് എ പ്രത്യേക മെത്തേഡാണ് പുള്ളി ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അത് കൂടെ ഞാൻ 2-3 ഷോട്ട്സിൽ കൂടെ നിന്നപ്പോൾ തന്നെ നമുക്ക് വളരെയധികം അതാണ് പറഞ്ഞത്, ഈ പുതിയ തലമുറയിൽ കാണാൻ കഴിയുന്ന ഒരുപാട് ചേഞ്ചസ് നമുക്ക് ഈ സ്റ്റഡി ചുമ്മാതെ ചെയ്യുന്നതല്ല. ഡിസംബർ മിസ്റ്റർ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു G.A. ലാലിൻ്റെ അത് ഞാൻ ആ ഒരെണ്ണം കണ്ടപ്പോഴാണ് അന്ന് ഞാൻ പറഞ്ഞ ഇറ്റ് വാസ് ഐ തിങ്ക് 2002 മറ്റോ. അതേ അന്ന് ആക്ടിങ് അല്ല, അതിൻ്റെ ഒരു പ്രത്യേക മൂഡാണ് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. വളരെ അതുപോലെ തന്നെ ഇതിന്റെ ഓഡിയോ റൈറ്റ് റെക്കോർഡ് വിലക്കാൻ പോയത് നല്ല അവരുടെ ഒരു കോമ്പിനേഷന്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു. കണ്ണാടി കള്ളങ്ങൾ ചൊല്ലും രാത്രിയിൽ കസവിടും നാണമോ കനവുകൾ തേടും എൻ വിരൽ തുമ്പിൽ നനയുന്നു നീയും നിലാമഴയാ കൊഞ്ചൽ കാക്കും ചുണ്ടിൻ ചിങ്കാരപ്പെയ്ത്തിൽ അതുപോലെ ഒരു മെസ്സേജ് ഉണ്ട് ഇതിനകത്ത്. കാരണം ലാഭം അന്വേഷിച്ച് നമ്മൾ പല ഭാഗങ്ങളിലും പല അപകടങ്ങളിലും ചെന്ന് അകപ്പെടേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാകാറുണ്ട്. അതിനകത്തൊരു സന്ദേശം കൂടി കൊടുക്കുന്നുണ്ട്. അല്ല, അതായത് നമ്മൾ ജെന്യൂൻ ആയിട്ടൊരാൾ കറപ്റ്റഡ് ആവുന്ന വഴികൾ, ആ വഴിയാണ് സിനിമ പറയുന്നത്. ജെന്യൂൻ ആയിട്ടുള്ള ഒരാൾ ഓൾവേസ് ജെന്യൂൻ ആയിരിക്കണം. അയാൾ ഇനി എന്ത് സ്വപ്നത്തിന്റെ പിന്നാലെ പോയാലും കറപ്റ്റഡ് ആവാൻ പാടില്ല. അങ്ങനെ കറപ്റ്റഡ് ആവുന്ന ഒരാൾക്കുള്ള ഒരു തിരിച്ചറിവാണ് സിനിമ. ഈ കുടുംബ പശ്ചാത്തലം പോലെ ഇങ്ങനത്തെ പടങ്ങൾ പണ്ട് സത്യേട്ടൻ ഒരുപാട് ഇങ്ങനത്തെ ടി.പി. ബാലഗോപാലൻ എന്നെ നമ്മളെ അങ്ങനത്തെ അതേ ഇതിലൊരു കുടുംബത്തെ കാണിച്ചു കൊണ്ടാണ് അതിൻ്റെ മൊത്തം കഥ പോകുന്നത് മുഴുവൻ. ഫാമിലി പുള്ളിങ് ഫിലിം തീർച്ചയായും യാതൊരു ഇല്ല. എക്കാലത്തും മലയാളി ഓർമ്മിക്കുന്ന ഒരു പേരാണ് പത്മനാഭൻ സാറിൻ്റെ നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പ്. അതിലെ സോളമനെയും സോഫിയയും ഇന്നും പ്രേക്ഷകർ മറന്നിട്ടില്ല. ആ ഒരു ഇൻസ്പിറേഷൻ തന്നെയാണോ ഈ പേരിടാൻ പ്രേരിപ്പിച്ചത്? അല്ല, ഞങ്ങൾ ഒരുപാട് ടൈറ്റിലുകൾ ഇട്ടിരുന്നു. ആദ്യമേ ഞങ്ങൾ ഒരുപാട് ടൈറ്റിൽ ഇട്ടപ്പോൾ വളരെ ക്യാച്ചിങ് ആയിട്ടുള്ളൊരു ടൈറ്റിൽ വേണം സിനിമയ്ക്ക് എന്ന്. ഈ സിനിമയുടെ പേരിട്ട് ശേഷം ഒരു ടെൻഷനായിരുന്നു. ദൈവമേ, മനോഹരമായ ഒരു എന്താ പറയുന്നത് അത്രയും അക്ലൈംഡായിട്ടൊരു സിനിമയുടെ ടൈറ്റിൽ വെച്ചാണ് ഞങ്ങൾ കളിക്കുന്നത്. അപ്പോൾ അതൊരു അപകടമാകുമെന്നൊരു പേടിയുണ്ടായിരുന്നു. നാട്ടുകാരെല്ലാവരും പ്രേക്ഷകരും സിനിമാ സ്നേഹികളുടെ അവസാനം തല്ല് വരുമെന്നൊരു പേടി. പക്ഷേ സിനിമ കഴിഞ്ഞിട്ട് എല്ലാവരും പറഞ്ഞൊരു കമൻറ്റ് ഉണ്ട്, നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്നൊരു സിനിമയ്ക്ക് നിങ്ങൾ മാനക്കേട് ഉണ്ടാക്കിയിട്ടില്ല. അത് വളരെ ഭയങ്കര അംഗീകാരം. അതുപോലെ ട്രിവാൻഡ്രം എന്ന് പറയുന്ന ലൊക്കേഷൻ വളരെ വിരളമായിട്ടാണ് ഇപ്പോൾ സിനിമയിൽ സംഭവിക്കാറുള്ളത്. എങ്ങനെയുണ്ട്? പഴയ ട്രിവാൻഡ്രം തന്നെയാണോ ക്യാമറയിൽ കൂടെ കാണുമ്പോൾ? എങ്ങനെയുണ്ടായിരുന്നു ട്രിവാൻഡ്രത്തെ ഒരു ഷൂട്ടിംഗ് എക്സ്പീരിയൻസ് ഒക്കെ? ഇത് ഏത് സ്ഥലമാണെന്ന് ആർക്കും തിരിച്ചറിയാൻ പറ്റുന്നില്ല. ട്രിവാൻഡ്രത്ത് മിക്ക സിനിമകൾ ഷൂട്ട് എടുത്തിട്ടുണ്ട്. പക്ഷേ ട്രിവാൻഡ്രത്ത് ഇത് ഇന്ന ലൊക്കേഷൻ ആണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല ആർക്കും. ബ്യൂട്ടിഫുളിന് ശേഷം അനൂപ് മേനോനും മേഘ്ന രാജും ഒന്നിക്കുന്നു, കൂടെ ജയസൂര്യ. ആ ഒരു സവിശേഷത കൂടി ഉണ്ടല്ലേ ഈ ചിത്രത്തിൽ? അല്ല, അനൂപിന് മേഘനയും സെലക്ട് ചെയ്തതിൻ്റെ പ്രധാന കാരണം ബ്യൂട്ടിഫുളിൻ്റെ വിജയം ഒന്നാണ്.
പക്ഷെ അതിലുപരി അനൂപ്, മേഘന, ഞാൻ പറഞ്ഞില്ല ഇതിലെല്ലാം അപ്പം ചേട്ടൻ, അനിയൻ, അനൂപിന് ഒത്തൊരു ഭാര്യ, അതുപോലെ 2 കുട്ടികൾ, ഇവരുടെ തന്നെ കുട്ടികളാണോ സംശയം തോന്നുന്ന 2 കുട്ടികൾ. അങ്ങനെ ഈ കാസ്റ്റിംഗ് പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി തന്നെയാണ് അങ്ങനെ ഒരു കാസ്റ്റിംഗ്. അതിൽ മലയാള സിനിമയിൽ വയസ്സാകാത്തൊരു താരം സുധീഷ് ഏട്ടൻ തന്നെ ആയിരിക്കും അല്ലേ? ഇപ്പോഴും ഒരു കോളേജ് കുമാരന്റെ വേഷം കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി ചെയ്തിട്ടങ്ങ് പോകും. സുധീഷ് ഏട്ടൻ അനൂപേട്ടനേക്കാൾ ഏജിനാണ് സുധീഷ് ഏട്ടന്റെ ലൊക്കേഷനിൽ വെച്ചിട്ട് പിന്നെ അനൂപേട്ട സുധീഷ് ഏട്ടാന്ന് വിളിക്കുന്നത്. ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചാവും ഏട്ടാ. എന്റെ അളിയ നമ്മൾ വന്നത് ഇവിടെ കിടന്ന് തർക്കിക്കാനല്ല, എല്ലാവരും കൂടി ഈ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാനാ. എടാ രാജീവ, ഞാൻ അന്വേഷിച്ചിടത്തോളം അതേതോ ജാതിക്കാരുടെ ചുടലപ്പറമ്പായിരുന്നു. അവിടെ വീട് വെച്ചാ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എന്റെ അമ്മ, ഞാൻ ഈ സ്ഥലം വാങ്ങിക്കാൻ പ്ലാനിട്ട് അന്ന് മുതൽ കേൾക്കാൻ തുടങ്ങിയ ഈ കഥയൊക്കെ. ഇത് ചുടലപ്പറമ്പ, ചുടുകാട, ഇതൊക്കെ ഈ സ്ഥലത്തിന്റെ വില കുറയ്ക്കാൻ വേണ്ടി ബ്രോക്കർമാരുണ്ടാക്കിയ കഥ. അവിടെ ഒരു മാങ്ങാണ്ടിയില്ല. ഏട്ടാ, പണിക്കരെ ഞാൻ പിന്നീട് കണ്ട് വിശദമായിട്ട് ചോദിച്ചപ്പോ വാസ്തുപുരുഷന്റെ കിടപ്പ് ശരിയല്ലെന്നാ പറഞ്ഞേ. എടാ പ്രസാദേ, വാസ്തു പുരുഷന്റെ കിടപ്പ് ശരിയല്ലെങ്കിൽ നീ ഒരു വാസ്തു സ്ത്രീയെ കൂടെ പിടിച്ച് അയാളുടെ അടുത്ത് കിടത്തേക്ക്. ഓരോരോ വിശ്വാസങ്ങള്. മലയാള സിനിമാ ലോകത്ത് ഇപ്പോൾ പരീക്ഷണങ്ങളുടെ കാലഘട്ടമാണ്. ഈ പരീക്ഷണങ്ങൾ നടക്കുമ്പോഴും കുടുംബ ബന്ധങ്ങളുടെ കഥ പറയുന്ന നർമ്മമുഹൂർത്തങ്ങളുള്ള ചിത്രങ്ങൾ ഇന്നും പ്രേക്ഷകർക്ക് ഹരം തന്നെയാണ്, പ്രേക്ഷകർ സ്വീകരിക്കുന്നുണ്ട്. അതിനെപ്പറ്റി നമ്മുടെ പ്രേക്ഷകരോട് കൂടുതൽ എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും. പിന്നെ എന്നോട് ഒരുപാട് റൈറ്റപ്സിലും റിവ്യൂസിലൊക്കെ പറഞ്ഞത് ഇതൊരു ഇപ്പോഴത്തെ ഒരു തിയേറ്റർ റണ്ണിനപ്പുറത്തേക്ക് ഈ സിനിമ പിന്നീട് ഒരുപാട് TV ബാക്കിയുള്ള സംഭവമേ വരുമ്പോഴാണ് കുറച്ചുകൂടെ അത് വർക്കൗട്ട് ആവുന്നത്. കാരണം ഒരു ക്രൗഡ് പുള്ളർ ആവാൻ ഒരു നല്ല സിനിമയ്ക്ക് ഇങ്ങനൊരു ക്രൗഡ് പുള്ളിങ് സിനിമയല്ല അത്. പ്രേക്ഷകർ കണ്ട് അറിഞ്ഞ് ഇഷ്ടപ്പെട്ട് പിന്നീട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സിനിമ തന്നെ ആയിരിക്കും അത്. സുധീരേട്ടാ, ഈ പരീക്ഷണങ്ങളെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഈ മലയാള സിനിമയെ പരീക്ഷണശാലയാക്കുമ്പോൾ എന്തെങ്കിലും ഒരു ക്രാഫ്റ്റിലോ അല്ലെങ്കിൽ അതിൻ്റെ മേന്മയിലോ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? ഇതിനകത്ത് ഒന്നും ഞാൻ ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ കാണുമ്പോൾ ഈ സിനിമയ്ക്കകത്ത് ഒരു ഏറ്റക്കുറച്ചിലും നമുക്ക് തോന്നുന്നില്ല. പക്ഷേ പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്യുന്ന ചില സിനിമകൾ തീർച്ചയായിട്ടും ഉണ്ടാകും. കാരണം ഒരുപാട് പരീക്ഷണ സിനിമകൾ വന്നിട്ട് നമ്മളിങ്ങനെ ചർച്ച ചെയ്യുന്ന വളരെ കുറച്ച് വിരലെണ്ണുന്ന സിനിമകൾ മാത്രമേ ഉള്ളൂ. ഒരുപാടെണ്ണം വരുന്നുണ്ട്. ഞാൻ പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ചിലത് നെഗറ്റീവ് ക്യാമ്പയിനിലൂടെ വലിയ പടങ്ങളായതിനെ കുറിച്ച് ഞാൻ ഒന്നും പ്രത്യേകിച്ച് പേരെടുത്ത് പറയുന്നില്ലെങ്കിൽ അറിയാം. അത് പരീക്ഷണങ്ങളിലൂടെ ഉള്ള ഫെയിലിയർ എന്ന് സിനിമാക്കാരും പൊതുജനങ്ങളും എല്ലാവരും വിലയിരുത്തി കഴിഞ്ഞതാണ്. അപ്പോൾ പരീക്ഷണങ്ങൾ നല്ലതിന് നല്ലത് തന്നെ തീർച്ചയായിട്ടും പറയണം. അപ്പം ഞാനിതിൻ്റെ ഒരു ഭാഗമായത് കൊണ്ടല്ല ഇത് നല്ലത് ഞാൻ പറയുന്നത്. അത് ഒരിക്കലും അങ്ങനെയല്ല. ഞാനിതിൻ്റെ ഒരു ക്ലൈമാക്സിൽ വരുന്ന ഒരു ജസ്റ്റ് ആൻ എലിമെൻറ്റ് ഉള്ളൂ. സിനിമയാണ്. നമ്മൾ വി സീ ദ സിനിമ ആസ് എ ടോട്ടൽ. അങ്ങനെ നോക്കുമ്പോൾ ക്യാമറ, ഡയറക്ഷൻ, സ്ക്രിപ്റ്റ്, ക്യാരക്ടർ, മെയിൻ ക്യാരക്ടേഴ്സിൻ്റെ മോൾഡിങ്, പിന്നെ വരുന്ന ഇൻഡിവിജ്വൽ ക്യാരക്ടേഴ്സിന് പോലും പ്രോമിനൻസ് കൊടുക്കുന്നൊരു ടെക്നോളജി ഇപ്പോഴേ അതാണിപ്പോൾ കൂടുതൽ നോക്കുന്നത്. അടൂരങ്ങളുടെ പടങ്ങൾ നോക്കി അറിയാം. അതിനകത്തൊരു വന്നു പോയാൽ മതിയല്ലോ. അതാണ് ഇപ്പോഴത്തെ ഒരു കാണുന്ന എല്ലാ വലിയ സംവിധായകരും, പുതിയ ന്യൂ ജനറേഷൻ സംവിധായകരും കാണുന്നത്. എല്ലാവർക്കും പ്രോമിനൻസ് വരുന്ന അതിനകത്ത് തന്നെ എനിക്കാണ് ക്ലോസപ്സ് കൂടുതലും ഞാൻ ഇരിക്കുന്നതിനകത്ത്, ഫ്രെയിംസിനകത്ത്. ബിക്കോസ് ആ ക്യാരക്ടറിനെ ഒട്ടും വിട്ടില്ല. ലോറി ഡ്രൈവർ ഈസ് ഗിവൺ ദി ഇമ്പോർട്ടൻസ് എന്നുള്ള ഒരു. അതുപോലെ ഈ സിനിമയുടെ അവസാനം മനസ്സ് നിറഞ്ഞ് പ്രേക്ഷകർ ഇറങ്ങിപ്പോകുന്നുണ്ട്. ഒരു ശബ്ദം കേട്ടിട്ട് നമ്മുടെ നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പിലെ സോളമൻ്റെ ശബ്ദം വീണ്ടും കേൾക്കുന്നു. ആ ഒരു എലിമെന്റിനെ കുറിച്ച് ലാലേട്ടൻ്റെ ശബ്ദമല്ല ഇന്ന് എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഇത്രയും ഓഡിയോ കാസറ്റ്സിലൂടെ ശബ്ദം കൊടുത്തിട്ടുള്ള ലാലേട്ടൻ. സോ മോഡുലേഷനിൽ ലാലേട്ടൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ഉണ്ടാകുന്നത്. ലാൽ സാറ് ഭയങ്കരമായിട്ട് എനിക്കൊന്ന് ലാൽ സാറിനെ ആദ്യം പോയി കണ്ടു. ഞാൻ സ്ക്രിപ്റ്റ് കൊടുത്തു, സാർ ഇതാണ് ഡബ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു മോനെടാ അത് മറ്റേ സ്പിരിറ്റ് ഡബ്ബിങ് നടക്കുന്നുണ്ട്. അപ്പം ഞാൻ പോയി രഞ്ജേട്ടനെ കണ്ടു. അപ്പം പറഞ്ഞു ഓക്കെ പറഞ്ഞു, എല്ലാം പറഞ്ഞു. ലാൽ സാറ് എന്താണെന്ന് ചോദിച്ചു. ഡബ്ബിങ് ഇപ്പോൾ അതിനകത്ത് ജക്കൂസി എന്ന് പറയുന്ന സംഭവമുണ്ട്. മോനെ ജക്കൂസി എന്താണെന്ന് നിനക്ക് അറിയാവോ? ഞാൻ സാർ അറിയാം, അതൊരു വേൾപൂളാണ്, അത് പറയുന്നതിന് കുഴപ്പമില്ലല്ലോ. ഓക്കെ 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 സാർ പറയൂ. ശരി മോനെ ഓക്കെ നീ പോയിക്കോളൂ, ഞാൻ എടുക്കാം. അപ്പം കൺസോളിൽ ഇരുന്നോളാൻ പറഞ്ഞു. 1, 2, 3, 4, 5 പ്രാവശ്യം പുള്ളി 5 സ്റ്റൈലിൽ പറയാണ്. ഇത് 5 ഓക്കെയാ, ഇതിൽ ഏതെടുക്കണം? ഞാൻ അവസാനം നമ്മുടെ DTS മിക്സ് ചെയ്യുന്ന അജിത്തേട്ടന് വിട്ടുകൊടുത്തു. അജിത്തേട്ടനെ സെലക്ട് ചെയ്തു. എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ, കാരണം എല്ലാം ഒന്നിനൊന്നിനും വെച്ചോ. ഭയങ്കര അതൊരു അനുഗ്രഹം എന്ന് പറയുന്നത് ആ സിനിമയെ പുള്ളിക്കാരൻ സ്റ്റാമ്പ് ചെയ്യാണ്. ഇത് ഓക്കെ എന്ന് പറയുന്നൊരു സംഭവം തന്നെയാണ്. ആ ശബ്ദം വരുമ്പോൾ എനിക്ക് കിട്ടിയൊരു അനുഗ്രഹം അത് തന്നെ. എന്തായാലും മലയാള സിനിമാ ചരിത്രത്തിൽ സൗഹൃദങ്ങളുടെ കൂട്ടായ്മയിൽ നിന്ന് പിറവിയെടുത്ത ചിത്രങ്ങളായിരുന്നു ഇതുവരെയും വൻ വിജയങ്ങളായി മാറിയത്. തീർച്ചയായിട്ടും നമുക്ക് പാർക്കാനും ഒരു വലിയ വിജയമായി മാറട്ടെ. ഇനി ഈ സൗഹൃദത്തിൽ നിന്നും
പിറവിയെടുക്കുന്ന ചിത്രങ്ങൾ ഏതൊക്കെയാണ്? ഈ സെയിം ടീം തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ഫൺ ത്രില്ലർ സിനിമ ഞങ്ങൾ ഓക്കെ ഓക്കെ ഓക്കെ. ഷെർലക് ഹോംസ് എന്നാണ് അതിന് പേരിട്ടത്. അപ്പോൾ ഷെർലക് ഹോംസിൻ്റെ കഥയല്ല, പക്ഷേ ഷെർലക് ഹോംസിനെ ദ്യോതിപ്പിക്കുന്ന ഒന്ന് രണ്ട് സംഭവങ്ങൾ, ആ ക്യാരക്ടേഴ്സിനെ ഓർമ്മിപ്പിക്കുന്ന കുറേ കാര്യങ്ങൾ ഞങ്ങളുടെ ഈ സെയിം ടീം എല്ലാ ആർട്ടിസ്റ്റുകളെയും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് ഞങ്ങളൊരു സിനിമ ഓട്ടം തന്നെ ഇമ്മീഡിയറ്റ് ഓഗസ്റ്റ് ലാസ്റ്റ് സെപ്റ്റംബറിലേക്ക് ഷൂട്ട് ചെയ്തു. എന്തായാലും വളരെയധികം സന്തോഷം. കാരണം പ്രത്യേകിച്ച് പറയാനുള്ളത്, ഒരു മനോഹരമായ സിനിമ നമുക്ക് തന്നതിൽ എന്തായാലും ഒരു വലിയ വിജയമായി മാറട്ടെ സിനിമ. നമ്മുടെ പ്രേക്ഷകരോട് സ്പെഷ്യലായിട്ട് നമുക്ക് പാർക്കാൻ എന്ന സിനിമയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? നമുക്ക് പാർക്കാൻ സിനിമ കണ്ട ശേഷം ആരെങ്കിലും ഒരാൾ നിങ്ങളോട് ആ സിനിമ നന്നായിട്ടുണ്ട് എന്ന് പറയുന്നെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ആ സിനിമ പോയി കാണണം. ആരും മോശം പറയത്തില്ല. അത്ര നല്ലൊരു സിനിമയാണ് നമുക്ക് പാർക്കാൻ. എന്താണ് സുധീരേട്ടൻ? അല്ല, നല്ല സിനിമകളെ ജനങ്ങൾ സ്വീകരിക്കണം, കുടുംബ പശ്ചാത്തലമുള്ള സിനിമകളെ പ്രത്യേകിച്ച്. കാരണം അതാണല്ലോ വേണ്ടത്. സിനിമ നിലനിൽക്കണമെങ്കിൽ സാമ്പത്തിക വിജയം ഉണ്ടാവണം. വലിയ സാമ്പത്തിക വിജയം നോക്കിക്കൊണ്ടല്ല. എനിക്കറിയാം, പ്രൊഡ്യൂസറായാലും ഡയറക്ടറായാലും ഇത് വലിയ നല്ല സിനിമയ്ക്ക് വേണ്ടിയാണ്. അത് വരണം, പ്രേക്ഷകരെ കണ്ട് സിനിമ വിജയിപ്പിക്കണം. അതാണ് നമുക്ക് മെയിനായിട്ട് ഇതിനകത്ത് പറയാനുള്ളത്. എന്തായാലും ക്യാമറയ്ക്ക് പിന്നിൽ നാവെടുക്കൂ പണിയെടുക്കൂ എന്നുള്ള നിലയിൽ ഇവിടെ അധികം സംസാരിക്കാതിരിക്കുന്ന പ്രജിത്തേട്ടൻ എന്താണ് പറയാനുള്ളത് നമ്മുടെ പ്രേക്ഷകരോട്? സിനിമ കാണണം. എന്തായാലും വളരെ സന്തോഷം. എല്ലാ ആശംസ. കൺമണി നിന്നെ ഞാൻ ചേർത്തണയ്ക്കുമ്പോ വിണ്ണിലേ താരകം കണ്ണു ചിമ്മുന്നു. ഒരു വേനൽ മഴയായി നീ മുകിൽ താഴും